ഒരു മുസ്ലിമിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരാളാണ് അല്ലെങ്കിൽ മുസ്ലിംസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് പറയുമ്പോൾ അതിന് ആധികാരികമായിട്ട് ഡാറ്റ കാണിക്കേണ്ടതും ഈ പറയുന്ന ആളുകൾ തന്നെയാണ്. എൻ്റെ ചോദ്യം ഇതാണ്, ചില ഉദാഹരണങ്ങളിലേക്ക് പോകുമ്പോൾ നേരെ അങ്ങോട്ട് പോകുന്നു എന്നുള്ള ഈ ഒരു കൺസെപ്റ്റ് ചിലപ്പോൾ ഖുറാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. കാരണം ഖുറാനിൽ നിന്നും ഒരു ഡാറ്റ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം സാധാരണ ആൾക്കാർ കബഡി നടത്തിയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഉത്തരം തരാം. അതാണ് കബഡി. അവിടെ ചോദ്യം കബഡി എന്താണെന്നാണ് ചോദ്യം, അതോ ഞാൻ കബഡി ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. കബഡി എന്താണെന്ന് പറയും. ഈ 9 ഗ്രഹത്തിൽ നിന്നുകൊണ്ട് ഇത്രയും പറയുന്നു, ബാക്കി പക്ഷി മൃഗാദികളെല്ലാവരും ഉണ്ട്. എന്തുകൊണ്ട് മനുഷ്യന് മാത്രം ഈ ഗ്രഹമായിട്ടൊരു ബന്ധം പറയുന്നത്? പലരും ഈ ഗ്രഹം നോക്കുന്നുമില്ല. നമ്മുടെ വീട്ടിലെ പശുവില്ലേ, പശുവിന് ജാതകം ഉണ്ടായിരുന്നു പണ്ട്. ആസ്ട്രോളജി ബുക്കുകൾ ഇന്ന് ലോകത്ത് ഒരുപാട് അവൈലബിൾ ആണ്. കറക്റ്റ്. അതെ. അതിലെവിടെയെങ്കിലും സൂര്യൻ ഇത്ര കിലോമീറ്റർ അകലെയാണ്, ഭൂമിയേക്കാൾ ഇത്ര മടങ്ങ് വലുതാണെന്ന് എവിടെ എഴുതി വെച്ചിരിക്കുന്നത്? നമ്മളവരോട് പറഞ്ഞു നിങ്ങളുടെ കല്യാണം ലേറ്റ് ആണല്ലേ ചൊവ്വ ഉള്ളതുകൊണ്ട് എന്ന് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അവരതേന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പ്രൂഫ് എന്ന് പറഞ്ഞത് ലൈവായിട്ട് ജീവനോടിക്കുന്ന ഞാനാണ് പ്രൂഫ്. അമേസിംഗ് റേ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് പ്രത്യേകതകൾ എനിക്ക് പറയാനുണ്ട്. ആ വ്യക്തിയും ഒരുപാട് പ്രത്യേകതകളുള്ളൊരു വ്യക്തിയാണ്. ജ്യോതിഷം മാത്രമല്ല, അദ്ദേഹം ഒരു ഷെഫാണെന്ന് പറയാം. വിദേശത്തായിരുന്നു ഒരുപാട് കാലം. പിന്നെ ഒരുപാട് സിദ്ധികളെന്ന് പറയാമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്നാലും നമുക്ക് അദ്ദേഹമായിട്ട് കുറച്ച് നേരം സംസാരിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു അട്രാക്ഷനുള്ള അല്ലെങ്കിൽ നമ്മളെ ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഞാൻ സസ്പെൻസ് പൊളിക്കുന്നില്ല. മിത്രാത്മജൻ ഒരുപാട് വീഡിയോകൾ നിങ്ങൾ കണ്ട വ്യക്തിയാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. സാർ നമസ്കാരം. നമസ്കാരം. എനിക്ക് തോന്നിയത് അങ്ങയെക്കുറിച്ച് ഒരുപാട് നെഗറ്റീവുകളാണ് ആദ്യം. അതായത് ഒരു ഇസ്ലാമിസ്റ്റ് ചിന്താഗതിയുള്ള ആളാണ്, ബൈബിളിനെ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ അങ്ങേര് ഹിന്ദുവാണ്. പക്ഷേ അങ്ങേര് പറയുന്ന ഈ ഇതല്ല ഒരു ക്രിസ്ത്യാനിറ്റിക്കോ അല്ലെങ്കിൽ അതിലേക്ക് പോകുന്ന ഒരു വഴിയാണെന്നൊക്കെ പറഞ്ഞ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങ് കണ്ടു കാണുന്നത് എന്താണ് അങ്ങനെ ഒരു ടോക്ക് വരാൻ കാരണം? ഞാൻ പറഞ്ഞു ഒരു ആൻസർ പല രീതിയിൽ പറയാൻ പറ്റും. ഞാൻ ആദ്യം പ്രകൃതി റൂള് പറഞ്ഞിട്ട് എന്നിലേക്ക് വരാം. പെപ്സി കുടിക്കാറുണ്ട്, കണ്ടിട്ടുണ്ടല്ലോ എല്ലാവരും? എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ? ഇത് തിരിച്ചൊന്ന് വായിച്ചു നോക്കിയേ. ഈസ് ഡെഡ്. കറക്റ്റ്. പെപ്സി SI ഈസ് ഡെഡ്. ഓ റൈറ്റ് റൈറ്റ്. കൊക്കക്കോള ഫേമസ് അല്ല, നമ്മൾ ഫേമസ് ആയിട്ടുള്ള സാധനം എടുക്കാൻ പാടുള്ളൂ. കൊക്കക്കോള ഇത് മിറർ ഇമേജിൽ പിടിച്ച് വായിച്ചിട്ടുണ്ടോ? ലാ മുഹമ്മദ് ലാ നബി എന്ന് എഴുതി വെച്ചിരിക്കുന്നു. മക്കയില്ല നബിയും ഇല്ല എന്ന്. കൊക്കക്കോളയുടെ തിരിച്ചിട്ട് നിങ്ങൾ നോക്കണം, അതന്നെ പറഞ്ഞ അന്വേഷണം അല്ലേ? കറക്റ്റ്. തീർച്ചയായും. പ്രകൃതിക്കൊരു റൂളുണ്ട്, നെഗറ്റീവും പോസിറ്റീവിനെയും ബാലൻസ് ചെയ്ത് പോകണം. ഇല്ലാത്തവനെ നിലനിൽക്കാൻ പറ്റില്ല. ഇവനൊരു ഗിത്താറ്, അതിന്റെ സ്ട്രിങ് എന്ന് പറയും, അതിന്റെ നൂലിനെ, അതിന്റെ ചരടിനെ, കമ്പി, അത് ഒരുപാട് ടൈറ്റ് ആക്കാനും പാടില്ല, ഒരുപാട് ലൂസ് ആക്കാനും പാടില്ല. അതിന്റെ മീഡിയത്തിൽ നിന്നാലേ അതിന് ശ്രുതി അല്ല നല്ല ശബ്ദം, മധുരമുള്ള ശബ്ദം വരുള്ളൂ. അല്ലെങ്കിൽ ടോൺ വേറെ വല്ല മ്യൂസിക് ശബ്ദം വരും. സ്കെയിൽ അനുസരിച്ച് അത് എല്ലാ സാധനങ്ങളും തന്നെ. ഇറ്റ്സ് എ ഹ്യൂമൺ. ഭൂമിയിൽ വന്ന എല്ലാ മനുഷ്യരും, ശ്രീബുദ്ധനെ പോലുള്ള ആളുകളെ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചപ്പോൾ ഈ ശ്രീബുദ്ധനെ പോലുള്ള ആളുകൾ ഉള്ള സമയത്ത് അന്നും നിരീശ്വരവാദികൾ ഉണ്ടായിരുന്നു. ഈ വിവേകാനന്ദനെ പോലുള്ള ആൾ ഇവിടെ ഉള്ള സമയത്ത് അവിടെ നിരീശ്വരവാദികൾ ഉണ്ടാകും. ശ്രീനാരായണ ഗുരു, ഒരുപാട് ആളുകൾ ആത്മീയ ആചാര്യന്മാർ ഈ ലോകത്ത് ഉയർന്നു വരുമ്പോൾ അവിടെയും ഡിബേറ്റ് ചെയ്യാനുള്ള ആളുകൾ അല്ല, എത്തിസ്റ്റുകൾ എന്നല്ല അവരെ വിശേഷിപ്പിക്കുന്നത്. എന്തിനേയും ഏതിനേയും ചോദ്യം ചെയ്യുന്ന ആളാണ്. അത് കമന്റിലൊക്കെ ഒരുപാട് കാണാൻ പറ്റും. ക്വസ്റ്റ്യൻ ചെയ്യുക, കാരണം അവർക്ക് പ്രോപ്പറായിട്ടുള്ള ആൻസർ കിട്ടുന്നവരെ അവർ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കും. റൈറ്റ്. അപ്പോൾ ഇത് പ്രകൃതി റൂളാ. പ്രകൃതി നിയമപ്രകാരം കൊക്കക്കോള എന്ന് ലാ മക്ക ലാ മദീന അല്ലെങ്കിൽ ലാ മുഹമ്മദ് ഇല്ല എന്ന് പറയുന്ന പോലെ, പെപ്സി ഇസ് ഡെഡ് എന്ന് പറഞ്ഞ പോലെ, കോൾഗേറ്റിന് റെഡ് കളർ, റെഡ് ഡേഞ്ചർ ആണെന്ന് നമുക്കറിയാം. എല്ലാ വലിയ വലിയ ഫേമസ് ഉൽപ്പന്നമൊക്കെ റെഡ് കളറായിരിക്കും. ഒരു നെഗറ്റീവും പോസിറ്റീവും മിങ്കിൾ ചെയ്തു പോകുന്നതിന് മാത്രമേ നിലനിൽക്കാൻ പറ്റൂ. ദാറ്റ് മീൻസ് കളക്റ്റീവ് കോൺഷ്യസ്നെസ്. കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇടയ്ക്ക് സ്റ്റാറ്റസ് ഇടും, എന്നിട്ട് പറയും ഫാമിലിയൊക്കെ കാണട്ടെ, എല്ലാവരും കാണട്ടെ എന്ന് പറയും. അതൊരു നെഗറ്റീവ് കാര്യമാവാം ഒരു പക്ഷേ, ബട്ട് അത് നമ്മളിടും. എന്തിനാ? ആ നെഗറ്റീവിനെയും നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. റൈറ്റ്. സോ ആ നെഗറ്റീവിനെയും നമ്മൾ ഇഷ്ടപ്പെടുകയും അതിനെ ഫോളോ ചെയ്യുകയും ആ നെഗറ്റീവ്സ് വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് അപ്ഡേറ്റ് ആകുന്നവനാണ് മനുഷ്യൻ. സോ നെഗറ്റീവ് വരാൻ, അപ്പം അതുകൊണ്ട് ഞാൻ ഒരു ആസ് എ പബ്ലിക് നിൽക്കുന്ന സമയത്ത് എനിക്ക് നെഗറ്റീവ് വരാൻ പാടില്ല എന്ന് പറയാൻ എനിക്ക് അവകാശമില്ല. നെഗറ്റീവ് വന്നിട്ട് ആ നെഗറ്റീവിനെ മാറ്റുന്നവൻ ആരാണോ അവൻ നാളെ ഇവിടെ നിലനിൽക്കും, അല്ലാത്തവന് നിലനിൽപ്പില്ല. സിമ്പിൾ ലോജിക്ക്. പിന്നെ എൻ്റെ കാര്യം
ഇനി എന്റെ കാര്യം അല്ല, ഇപ്പൊ ലോജിക്ക് ഓക്കെ. ഭൂമി മുഴുവൻ അങ്ങനെയാണ്, എല്ലാം അങ്ങനെ തന്നെ. സോ വിവാദങ്ങൾ എനിക്ക് ഇഷ്ടമാണ്, വിവാദങ്ങൾ ഉണ്ടാക്കാനും ഇഷ്ടമാണ്. ഇപ്പോഴല്ല, ഇൻ ഫ്യൂച്ചറിൽ ഒരുപാട് വിവാദം ഞാൻ തന്നെ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരും. സോ എൻ്റെ തിയറി ഞാൻ സ്പ്ലിറ്റ് ആക്കും. മിത്രം ദൈവമാണെന്നും ശ്രീബുദ്ധൻ ചെയ്തത് എന്താണ്, ജൈനമതം ബുദ്ധമതം രണ്ടായിട്ട് സ്പ്ലിറ്റ് ആക്കി. അത് മരിച്ചാലേ മരിക്കുന്നതിന് മുമ്പ് ചെയ്തു. അത് ദൈവം ബുദ്ധൻ ദൈവമാണെന്ന് പറഞ്ഞ് ഇപ്പുറത്തവർ പറയുന്നത് ബുദ്ധൻ ദൈവമല്ല എന്ന് പറയുന്നു. അങ്ങനെ സ്പ്ലിറ്റ് ആക്കേണ്ട അവസ്ഥ എനിക്ക് നാളെ വരാം. ഇതാണ് ഫ്യൂച്ചർ, ഗണിക്കുക. അപ്പോൾ ഈ നെഗറ്റീവ്സ് വരുന്ന സമയത്ത് ഒരു മുസ്ലിമിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ മുസ്ലിംസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് പറയുമ്പോൾ അതിന് ആധികാരികമായിട്ട് ഡാറ്റ കാണിക്കേണ്ടതും ഈ പറയുന്ന ആൾ തന്നെയാണ്. അപ്പോൾ നമുക്കൊരു ചലഞ്ച് വിടാൻ നമ്മൾ തയ്യാറാണ്. മുസ്ലിംസിനെ ഉയർത്തി കൊണ്ടുവരുന്ന എവിടെയാണ് എങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ പറയുന്നൊരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്കെല്ലാവർക്കും അംഗീകരിക്കാൻ, ഒരു മലയാളിക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഈവൻ ഈ ഹിന്ദു മുസ്ലിമോ പാർസി ആരായിക്കോട്ടെ, ഇന്ന് ലോകത്ത് കാണുന്ന 3 മതഗ്രന്ഥങ്ങളുണ്ടല്ലോ, അതിനാസ്പദമാക്കിയിട്ട് സിനിമകളും കഥകളും എല്ലാം വരുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് നമ്മളുടെ വീട്ടിൽ നമ്മളുടെ ചെറുപ്പത്തിൽ നമ്മുടെ അച്ഛനമ്മയും എടാ മോനെ ഈ ലോകത്ത് 3 മതഗ്രന്ഥങ്ങളുണ്ട്, ഖുറാൻ, ബൈബിൾ, ഭഗവത്ഗീത പോലുള്ള 3 മതഗ്രന്ഥങ്ങളുണ്ട്, രാമായണ, മഹാഭാരതം, നീ അത് 3 വായിക്കണം എന്ന് എന്തുകൊണ്ടാണ് നമ്മുടെ അച്ഛനമ്മ നമ്മളെ പഠിപ്പിക്കാത്തത്? തെറ്റി ശരി, അത് വിട്, തെറ്റി ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ അച്ഛൻ പുകവലിക്കരുതെന്ന് പറയുമ്പോൾ മകൻ പുകവലിക്കുന്നുണ്ടല്ലോ, അതെ, വലിക്കുന്നുണ്ട്, മദ്യപിക്കുന്നുണ്ട്. അച്ഛനും മകനും കൂടി ഒരുമിച്ച് മദ്യപിക്കുന്നുണ്ട്. അപ്പൊ അച്ഛനും മകനും കൂടി ഒരുമിച്ച് മദ്യപിക്കുമ്പോൾ എന്തുകൊണ്ട് അച്ഛന് പറഞ്ഞോടാ നീ ഇതും വായിച്ചു നോക്കണം, നീ ഇതും പഠിച്ചു നോക്കണം, എല്ലാം നമ്മൾ നോക്കണം എന്ന് പറഞ്ഞ ഒരു അച്ഛനമ്മയും കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഈ കേരളം ഇങ്ങനെ ആയി പോയെന്നാണ് എൻ്റെ അഭിപ്രായം. ബട്ട് ഞാൻ നാളെ ഒരു അച്ഛനാകുമ്പോൾ നാളെ ഞാൻ എൻ്റെ മകനോട് പറയാം, എടാ 3 മതഗ്രന്ഥങ്ങളുണ്ട്, ഈ 3 മതഗ്രന്ഥം നീ വായിച്ചിരിക്കണം, പഠിച്ചിരിക്കണം. പഠിക്കുക എന്ന് പറഞ്ഞാൽ കാണാപ്പുറം പഠിക്കലല്ല. ഇന്ന സ്ഥലത്ത് ഇന്ന പോയിന്റ് ഉണ്ട് അറിയാമെന്ന് ചോദിക്കുമ്പോൾ കേട്ടിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഞാനത് വായിച്ചിട്ടുണ്ട്, അങ്ങനെ പറയണം. അല്ല, എന്റെ ചോദ്യം ഇതാണ്, ചില ഉദാഹരണങ്ങളിലേക്ക് പോകുമ്പോൾ നേരെ അങ്ങോട്ട് പോകുന്നു എന്നുള്ളത്. ഞാൻ അതാണ് പറഞ്ഞത്, അതിന് ആധികാരികമായിട്ട് ഡാറ്റ. അപ്പോൾ ഞാൻ 3നും ആസ്പദമായിട്ട് സംസാരിക്കുമ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ചിലപ്പോൾ ഖുറാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. കാരണം ഖുറാനിൽ നിന്നും ഒരു ഡാറ്റ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു സയൻസ് കിട്ടിയിട്ടുണ്ട്, അത് ബൈബിളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്, അത് ഭഗവത്ഗീതയിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുണ്ട്. മുൻജന്മം പുനർജന്മത്തിനെ കുറിച്ചൊക്കെ ഭഗവത്ഗീത സംസാരിക്കുന്നുണ്ട്. പിന്നെ മൊത്തം ഈ പറയുന്ന മഹാഭാരത കഥ മൊത്തം ആസ്ട്രോളജിയാണ്. സൂര്യവംശം ചന്ദ്രവംശം തമ്മിലുള്ള അടിയാണ്. ശനി ഗ്രഹമാണ് ശകുനി എന്ന് പറയുന്നത്, തലകെട്ടും കെട്ടി ശകുനിക്ക് ക്ഷേത്രമുണ്ട് ആലപ്പുഴയിൽ. ഇതെല്ലാം നമ്മൾ റിസർച്ച് ചെയ്ത് പഠിച്ചിട്ട് അറിവിന്റെ ആധികാരത്തിൽ പറയുന്നതും അറിവില്ലായ്മ കൊണ്ട് പറയുന്നതും തമ്മിലുള്ള മാറ്റമുണ്ട്. അപ്പം നമ്മൾ പറയുന്ന പോയിന്റ്, എനിക്ക് ഖുറാനിൽ നിന്നാണ് ഇത് കിട്ടിയെന്ന് പറയാൻ എനിക്കതിൽ ഒരു പശ്ചാത്താപമോ ഒരു മനസ്താപമോ ഒരു പ്രശ്നമോ എനിക്കില്ല. അപ്പം അത് കേൾക്കുന്ന ഒരു ജനം ഇവൻ ഖുറാനെ സപ്പോർട്ട് ചെയ്യുന്നു, മുസ്ലിംസിനെ ഉയർത്തി കൊണ്ടുവരാൻ നോക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനെതിരെ നമ്മൾ പറയുന്നത് നിങ്ങൾ തെളിവുകളും പ്രൂഫുകളും കൊണ്ടുവരണം. ഞാൻ അങ്ങനെ ഒരാളല്ല എന്ന് എന്നെ പേഴ്സണലായിട്ട് അറിയുന്ന ആളാണ് പറയേണ്ടത്. ഈവൻ എന്നെ പേഴ്സണലായിട്ട് അറിയുന്ന ആൾ പറയുമ്പോഴാണ് അത് വിശ്വസിക്കേണ്ടത്, അല്ലാത്തവരിക്കും അത് വിശ്വസിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. തീർച്ചയായും. അപ്പം ഇത്രയും ആധികാരികമായ പല കാര്യങ്ങളും നമ്മൾ പല ഗ്രന്ഥങ്ങളിലുള്ള നല്ല കാര്യങ്ങളെല്ലാം എടുക്കണം, തീർച്ചയായും അത് നല്ല ഒരു പോയിന്റാണ്. ഒപ്പം നമ്മൾ ഈ സാധാരണ ഈ ജ്യോതിഷികൾ അങ്ങ് ഈ പ്രവചനങ്ങളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ കബഡി നിരത്തിയാണോ ചെയ്യുന്നത്, അതോ എങ്ങനെയാണ്? അങ്ങനെയുള്ള ഒരു രീതി എങ്ങനെയാണ്? കറക്റ്റ്, ഞാൻ പറഞ്ഞില്ലേ, ഈ ലോകത്ത് ഞാൻ പറയുന്ന ഇപ്പോൾ ഒരു തത്വമുണ്ട്. ചേട്ടന് ഇപ്പോൾ കള്ളന്മാരിഷ്ടല്ല, നാട്ടിൽ കുറേ കള്ളന്മാരുണ്ട്, കള്ളന്മാരിഷ്ടല്ല, കള്ളന്മാരെ ഒഴിവാക്കണം. ചേട്ടൻ ആരാവണം? അപ്പോൾ എനിക്ക് പോലീസാവണം. കറക്റ്റ്. നാട്ടിലെ നിയമം ശരിയല്ല, നിയമവ്യവസ്ഥ, അതായത് പോലീസ് നിയമത്തെ കാവൽ സംരക്ഷിക്കുന്നതാണ്, നിയമവ്യവസ്ഥ ശരിയല്ല. അപ്പോൾ ചേട്ടൻ ആരാവണം? കളക്ടറോ നിയമത്തെ കൈകാര്യം ചെയ്യുന്ന ഒരാളോ, ഒരു ജഡ്ജി പോലെ. അപ്പോൾ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ ചേട്ടൻ ആഗ്രഹിക്കുമ്പോൾ ചേട്ടൻ ആ പ്രശ്നം സോൾവ് ചെയ്യുന്ന പ്രോബ്ലം സോൾവർ ആവണം. പോലീസോ മിലിറ്ററിയോ പട്ടാളോ രാജ്യസേവനോ ഇന്ത്യയുടെ നിയമം മാറ്റണമെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ അല്ല, ലോജിക്കലി നമുക്ക് അതാണ് കറക്റ്റ്. ആസ്ട്രോളജിനെ പൊളിച്ച് ആസ്ട്രോളജിയുള്ള ഈ പാരമ്പര്യ സിദ്ധാന്തം 5 കൊല്ലം ഒരുപാട് ലക്ഷങ്ങൾ ചെലവാക്കിയ ഒരുപാട് പേരെ എനിക്കറിയാം ഇത് പഠിക്കാൻ പോയിട്ട്, ഇത് പഠിക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. ഞാൻ ആസ്ട്രോളജിനെ ക്രോഡീകരിച്ച് ഒരു പുസ്തകമായി എഴുതി, ഒരു സിലബസ് ആയിട്ട് എഴുതി, ഒരു ടെക്സ്റ്റ് സ്കൂളിൽ 8ാം ക്ലാസ്സിൽ ഒരു കുട്ടി പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് രൂപത്തിൽ എഴുതി ഞാൻ ജനങ്ങൾക്ക് പഠിക്കുന്ന രീതിയിൽ അതിനെ ഷോർട്ടാക്കിയിട്ട് കൊടുത്തത് എങ്ങനെയാണ് തെറ്റാവുകയും ഈ പറയുന്ന പോലെ ചലഞ്ചിങ് ആവുന്നത്. അപ്പോൾ എവിടെയാണ് പ്രോബ്ലം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ക്രോഡീകരിക്കുന്നു, നമ്മൾ അതിനെ ഡീകോഡ് ചെയ്യാനാണ് ആ ഭാഷനെ ഉപയോഗിക്കുക. അതിന് ഡീകോഡ് ചെയ്തിട്ട് വേറൊരു രീതിയിലേക്ക്, ഒരു കൊച്ചുകുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് കൺവെർട്ട് ചെയ്തു. പക്ഷെ അവർ പറയുന്ന ആ സിസ്റ്റം തന്നെയാണ് ഇതിലുള്ളത്. മറ്റു പലരും പല സ്ഥലങ്ങളിലുള്ള ആളുകൾ പറയുന്നത് തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. ഓരോരുത്തരും അതുപോലെ തന്നെയാണ് ജ്യോതിഷം എഴുതിയിട്ടുള്ളതും ഇന്ന് കാണുന്ന ബുക്കുകളും. ഞാൻ അതിനെ ഒരു കൊച്ചുകുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെച്ചു, ബുക്ക് അടിച്ചു, സിലബസ് ആക്കി. 800 സ്റ്റുഡൻസ് ഇപ്പോൾ
നമ്മുടെ സ്കൂളിലുണ്ട്, ക്ലാസ്സിലുണ്ട്, എനിക്കൊരു ഓഫീസുണ്ട്, കേരളം മുഴുവൻ ഓഫീസ് തുറക്കാൻ പോകുന്നു. അതിൽ 50 സ്റ്റുഡൻറ്റ് പക്ക പെർഫെക്റ്റ് ആയിട്ട് ജാതകം നോക്കുന്നവരായി. 10 സ്റ്റുഡൻസ് പണം ഉണ്ടാക്കി തുടങ്ങി. മാസം 50,000 രൂപ 60,000 രൂപ ഒക്കെ ഉണ്ടാക്കി തുടങ്ങുന്ന രീതിയിൽ സ്റ്റുഡൻസ് ആയി എന്നർത്ഥം. ഞാൻ അതാണ് ചോദിച്ചത്. ഇപ്പൊ സാധാരണ ആൾക്കാർ കബഡി നടത്തിയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഉത്തരം തരാം. അതാണ് കബഡി. അവിടെ ചോദ്യം കബഡി എന്താണെന്നാണ് ചോദ്യം, അത് ഞാൻ കബഡി ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. അതെ, അങ്ങ് കബഡി ഉപയോഗിക്കുന്നില്ല എന്നാണ് എനിക്ക് സംസാരിച്ചപ്പോൾ കേട്ടത്. സംസാരത്തിലല്ല, ഞാൻ ലൈവ് ചെയ്യുന്ന ഒരാളാണ്. കബഡി നടത്തില്ല. കബഡി എന്താണെന്ന് പറയും. കബഡിയുടെ പലക 1 അടി നീളവും 2 അടി വീതി, ഇതിനൊരു അളവുണ്ട് ഈ പലകയ്ക്ക്. ഈ പലക പ്ലാവ് എന്ന് പറഞ്ഞ മരല്ലേ, ആ മരം ഇത്ര ദിവസം വെള്ളത്തിലിട്ട് അതിന്റെ ഇതിന്റെ വെള്ളത്തിനുള്ളിലെ കണ്ടന്റ്, ജലത്തിനുള്ളിലെ കണ്ടന്റ് അത് വലിച്ചെടുത്ത് അതിൽ ആണി പോലും അടിക്കാതെ, ഇരുമ്പുമായിട്ട് ടച്ച് ചെയ്യാതെ വേണം ഈ പലക പ്രതിഷ്ഠിക്കാൻ. ആ പലകയിൽ രാശികളും എല്ലാം കൊത്തി വരച്ച്, അതായത് പ്ലാവിന്റെ തടി ആയിരിക്കണം, അത് ഇത്ര വണ്ണം വേണമെന്നും ലെങ്ത് വേണമെന്നൊക്കെ ഉണ്ട്, കണക്കുണ്ട്. അതിൽ വെക്കുന്ന ഈ കബഡി എന്നൊരു സാധനമില്ലേ, ആ കബഡിക്ക് പ്രത്യേകതയുണ്ട്. സാധാരണ സാധനം മേടിക്കാൻ കിട്ടില്ല. ആ കബഡിക്ക് ജീവനുണ്ടെന്ന് പറഞ്ഞ, ആ കബഡി സംസാരിക്കുന്ന പറഞ്ഞ, ജീവനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കബഡി ആണെങ്കിൽ സഞ്ചരിക്കുന്നല്ല, മനസ്സിലായി കബഡി. അപ്പൊ ഈ കബഡി വെക്കുന്നത് ഗോചാരവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് ആ കബഡി വെക്കുന്നു. കബഡിക്ക് പകരം വെള്ളാരം കല്ലുകളോ നമുക്ക് വേണമെങ്കിൽ പളങ്കൂപ്പികളോ വെക്കാം. ബട്ട് അതിന് ഈസി ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അത് മലരുകയും കമരുകയും ചെയ്യുന്ന ഒരു വസ്തു ഇങ്ങനെ കബഡിയാണ്. നമുക്കങ്ങനെ അപ്പൊ അത് ഉപയോഗിച്ചിട്ട് മലരുന്നതും കമർന്നതും ഏതാണെന്ന് നോക്കും ചില ആളുകൾ അത് മന്ത്രം ചൊല്ലിയിട്ട്, അവരുടെ മന്ത്രം ചൊല്ലിയിട്ട് അതിൽ നിന്നൊരു പിടിയെടുക്കും. ആ പിടിയെടുത്തിട്ട് എണ്ണം വെച്ചിട്ട് ആ എണ്ണത്തിനെ കാൽക്കുലേറ്റ് ചെയ്യും, മാറ്റി വയ്ക്കും. 4 4 4 ഒരു രാശിയിൽ 4 മാറ്റിയിട്ട് ആ രാശിയിൽ അത് വെക്കും. അപ്പൊ ഓൾറെഡി ഗോചാരം, അതായത് ഇന്ന് ആകാശമുള്ള നക്ഷത്രങ്ങൾ ഓൾറെഡി ആ പലകയിൽ ഉണ്ടായിരിക്കും. ഈ നമ്മൾ വന്ന സമയം ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ അടുത്ത് നമ്മൾ വന്ന സമയം, ഈ പണിക്കരുടെ അടുത്ത് നമ്മൾ വന്ന സമയം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അദ്ദേഹം ഒരു കബഡി വെക്കും നമ്മുടെ ഇത് വെച്ചിട്ടാണ് അത് ഉത്തരം പറയുന്നത്. ആ ടൈമിന് മാത്രമേ ഉള്ളൂ. ആ ടൈമിനാണ് പ്രസക്തി. നമ്മൾ വന്ന ടൈമും പിന്നെ ഗോചാരത്തിലെ ലഗ്നം എവിടെ നിൽക്കുന്നു, നക്ഷത്രങ്ങളൊക്കെ ഇന്ന് എവിടെ നിൽക്കുന്നു, ഏതെല്ലാം രാശികൾ ഇന്ന് നിൽക്കുന്നു എന്നനുസരിച്ച് കണക്ക് കൂട്ടിയിട്ട് അത് വെക്കും. അങ്ങനെയാണ് അത് ഫലം പ്രവചിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആയിരിക്കും. ആ ടൈമിനാണ്. എനിക്ക് ആ ടൈം കഴിഞ്ഞ് ഞാൻ വീടെത്തി, ഞാൻ ഓഫീസിൽ പോയി, പിന്നെ അതിന് സാധ്യതയുണ്ടോ? നിങ്ങൾ ആ വ്യക്തിയെ കാണാൻ ചെല്ലുന്നത് എപ്പോഴാണോ അതാണ് സമയം, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇല്ല. ആ സമയത്ത് മാത്രമാണ് അത് വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ ഫോം വിളിക്കുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് അവിടെ ആ സമയം ഫോം വിളിച്ച സമയം ആൾ നോക്കി ടൈമിനാണ്. അല്ലെങ്കിൽ നമുക്ക് ആ ടൈം കഴിഞ്ഞ സ്പേസ്, ആ ടൈം സ്പേസ് കഴിഞ്ഞിട്ടുള്ളതിന് വാല്യൂ ഇല്ല. പക്ഷെ ഈ പലക ഉണ്ടല്ലോ, ഈ പലകയുടെ സിസ്റ്റം എൻ്റെ മനസ്സിലുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത്. ലോകത്ത് മുഴുവൻ ആസ്ട്രോളജി എന്ന് പറഞ്ഞാൽ പലകയും ഇത് വെച്ചിട്ട് തന്നെയാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്, 12 രാശി അവിടെ പലകയിലുണ്ടല്ലോ, ആ 12 രാശി ഇദ്ദേഹത്തിന് എടുക്കും. ഇപ്പൊ ആരാണോ എന്നെ ഫോൺ ചെയ്യുന്നത് ലൈവ് വിളിക്കുമ്പോൾ ഞാൻ അവരോട് പറയുന്നത്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സമയം അടിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമ്മുടെ ഫോണിനകത്ത് ആപ്പിന്റെ ഉള്ളിൽ എന്ത് കിട്ടും, 12 രാശികൾ കിട്ടും. ഈ 12 രാശികളും വെച്ച് ഇന്നത്തെ ഗ്രഹങ്ങൾ എവിടെയാണ് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം, ഉണ്ടാവും. അത് വെച്ചിട്ട് പറയും നിങ്ങൾക്ക് ജോലി ഇപ്പൊ കിട്ടും, സ്വഭാവം ഇങ്ങനെയാണ്. നമ്മൾ അങ്ങോട്ട് പറയണം, അല്ലാണ്ട് അവർ ഇങ്ങോട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങോട്ടാണ് പറയുന്നത്. ഇപ്പൊ ജാതകമില്ല ഒരാൾ, ഓക്കെ, പേര് പറയണം. പേര് അതായത് നമുക്ക് വേറെ തിയറിയിൽ ഒരുപാട് കാര്യമുണ്ട്. പേരിന്റെ കർമ്മയുണ്ട്. അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, മക്കളുടെ പേര്, അച്ചാച്ചന്റെ പേര്, അമ്മമ്മയുടെ പേര്, അവർ ചെയ്ത ജോലി, അവരുടെ രോഗങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ആ പേരുകൾ വെച്ചിട്ട് അവർ ജീവിതം ഡിസൈൻ ചെയ്തത്. അതായത് അക്യൂററ്റി കിട്ടില്ല, അതായത് ജാതകം നോക്കുന്ന അക്യൂററ്റി കിട്ടില്ല. പിന്നല്ലാതെ പിന്നെ വേറൊരു സിസ്റ്റം ഉണ്ട്. അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അവരത് ഇടയ്ക്ക് ചെയ്യും. ഒരു 60-65 വയസ്സായ അമ്മൂമ്മ നമ്മളെ കാണാൻ വന്നു. അമ്മൂമ്മ കാണാൻ വന്ന സമയത്ത് ഇതൊരെണ്ണല്ലോ കേട്ടോ, ഒരുപാടുണ്ട്. ഒരു എക്സാമ്പിൾ പറയാം. കാണാൻ വന്നപ്പോൾ അവർ പറഞ്ഞു എനിക്ക് ഡേറ്റ് ഓഫ് ബർത്ത് അറിയില്ല, സമയം അറിയില്ല, ഒന്നും അറിയില്ല. ഒരു പെൺകുട്ടി വന്നു. ആ പെൺകുട്ടിക്ക് ഏകദേശം ഒരു 22-23 വയസ്സുള്ളൂ. പക്ഷെ അനാഥാശ്രമത്തിൽ വളർന്നിട്ട് ജോലി കിട്ടിയിട്ട് എറണാകുളത്തുണ്ട്. പക്ഷെ ജനിച്ച ദിവസം പോലും അവർക്ക് അറിയില്ല, മാസം പോലും അറിയില്ല, വർഷം പോലും കറക്റ്റാണെന്ന് അറിയില്ല. അവരെ ഇന്ന ദിവസം ഈ കുട്ടീനെ കിട്ടിയെന്ന് മാത്രം അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കുന്നുള്ളൂ, അത് മാത്രമേ ഉള്ളൂ. അത് കറക്റ്റാണെന്ന് അവർക്കറിയില്ല. അതൊന്നും ഇല്ലാതെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ടെക്നോളജി ഉണ്ട്. അതെങ്ങനെ 12 കള്ളി നമ്മൾ വരയ്ക്കുക, വരച്ചിട്ട് അവർക്ക് കൊടുക്കുക. എന്നിട്ട് അവരോട് പറയാം ഇതിൽ ലാ എന്ന് എഴുതാൻ പറയാം. ഒരു കള്ളിയിൽ ഒരു ശ്വാസം വലിച്ചു വിടാൻ പറയാം, എന്നിട്ട് ലാ എന്ന് എഴുതാൻ പറയാം. അപ്പോൾ ഒരു കള്ളിയിൽ ഈ 12 കള്ളിയുണ്ട്, 1 2 3 12 ഉണ്ടാവും. ഇതിനുള്ളിൽ എവിടെ വേണം എഴുതാൻ പറയാം, അതിൻ്റെ നമ്പർ ഇട്ടേല്. അപ്പോൾ അവർ ലാ എന്ന് എഴുതും. പിന്നെ ഗു എന്ന് പറഞ്ഞ അക്ഷരം നിങ്ങൾക്ക് ഇതിലെവിടെയാണ് എഴുതാൻ തോന്നുന്നത് അവിടെ എഴുതാൻ പറയാം. അപ്പോൾ അവർ ഗു എന്ന് എഴുതും. അങ്ങനെ ഓരോ കള്ളിയിലും അവർ ഓരോ ശനി ഗുരുവിനെ ഗുരു, കുജനെ കുജൻ എഴുതും, ശുക്രനെ ശുക്രൻ എഴുതാൻ പറയും. അങ്ങനെ 12 നമ്മൾ എഴുതാൻ പറയും. അങ്ങനെ എഴുതാൻ പറഞ്ഞ അല്ലെങ്കിൽ നമ്മൾ ലാ എന്ന് നമ്മൾ എഴുതും. അതായത് ഇന്നത്തെ നക്ഷത്രം വെച്ചാൽ അത് എവിടെയാണെന്ന് വെച്ചാൽ അത് ലാ ആക്കി, ബാക്കി അവരുടെ ഇഷ്ടത്തിന് അത് പറഞ്ഞാലും കറക്റ്റ് ആവും.
കറക്റ്റായിരിക്കും. അതാണ് പറഞ്ഞത്, ഗ്രഹങ്ങൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആ സംസാരിക്കുന്ന രീതി, ഇപ്പൊ നമ്മൾ ഡാൻസ് പഠിക്കാൻ പോയി, അപ്പൊ ഡാൻസ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പാട്ട് പഠിക്കാൻ പോയി, സാ രി ഗ മ, അത് കറക്റ്റായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഓരോ പാട്ടിന്റെയും ഈണം കിട്ടും, താളം കിട്ടും. അതൊരു കൊല്ലം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൽ പാട്ട് പാടാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് നമ്മളോട് സംസാരിക്കും. ഈ ഗ്രഹങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പറയാം. ആ സംസാരമാണ് നമ്മുടെ ബ്രെയിനിലുള്ള വരുന്നത്. പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിരിക്കും. സാധാരണ ഈ ഗ്രഹങ്ങളെ വെച്ചിട്ടാണെങ്കിൽ എൻ്റെ ഒരു സംശയം ഇതാണ്. പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു വലിയൊരു ശബ്ദത്തോട് പൊട്ടിത്തെറിച്ചിട്ടാണ് ഈ സൗരയൂഥം ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ ഈ 9 ഗ്രഹങ്ങളല്ലാതെ ഒരുപാട് ഗ്രഹങ്ങളുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് പലതും കണ്ടുപിടിക്കുന്നു, നാസ ഉൾപ്പെടെയുള്ള കണ്ടുപിടിക്കും. അതുപോലെ തന്നെ പറയുന്ന ഈ പ്രപഞ്ചം ഇത് മാത്രമല്ല, കോടാനുകോടി പ്രപഞ്ചങ്ങൾ വേറെ ഉണ്ടെന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ 9 ഗ്രഹത്തിൽ നിന്നുകൊണ്ട് ഇത്രയും പറയുന്നു, ബാക്കി പക്ഷി മൃഗാദികളെല്ലാവരും ഉണ്ട്. എന്തുകൊണ്ട് മനുഷ്യന് മാത്രം ഈ ഗ്രഹമായിട്ടൊരു ബന്ധം പറയുന്നത്? പലരും ഈ ഗ്രഹം നോക്കുന്നുമില്ല. ഉണ്ട്. അതിന് ഉത്തരം ഞാൻ പറയാം. പണ്ട് കാലങ്ങൾക്ക് നാടിന് ഒരു ജാതകം ഉണ്ടായിരുന്നു. നാട് സ്ഥലം. നമ്മുടെ വീട്ടിലെ പശു ഇല്ലേ, പശുവിന് ജാതകം ഉണ്ടായിരുന്നു പണ്ട്. പശു എപ്പോഴാണ് പ്രസവിച്ചത് അത് വെച്ചിട്ട് പശുവിന് ജാതകം ഉണ്ടായിരുന്നു. പട്ടിന് പറഞ്ഞ പട്ടിക്ക് ജാതകം ഉണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടായിരുന്നതാണ്. അപ്പൊ ഉണ്ടായ സംഭവത്തിനെ നമ്മൾ കളഞ്ഞതാണ്. അപ്പോ മൃഗത്തിന് എന്തുകൊണ്ട് ജാതകം ഇല്ല എന്ന് പറയരുത്. സംഭവിക്കുന്നില്ലയോ, അതല്ല കാര്യം. ഉണ്ടായിരുന്നു. പട്ടിക്കും, നമ്മൾ വീട്ടിൽ പറഞ്ഞ പട്ടിക്കും പൂച്ചയ്ക്കും നമ്മൾ വീട്ടിൽ വളർത്തുകയാണെങ്കിൽ, അതെ, പശുവിനും വളർത്താണെങ്കിൽ അതിന് ജാതകം ഉണ്ടായിരുന്നു. അതിനെപ്പോ അസുഖം വരും, എപ്പോ ഇത് ഹീറ്റാവും, എല്ലാ കാര്യങ്ങളും ആ ജാതകം ചികിത്സിക്കുന്ന ഒരാളുകൾ പണ്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ പഴയ ആള് കണ്ടുപിടിച്ചൊരു സിദ്ധാന്തം പ്രകാരം 108 നക്ഷത്ര പാദങ്ങളും 9 ഗ്രഹങ്ങളും, 9 എന്ന് പറഞ്ഞാൽ 10, ഇപ്പോ 10 വേറെ ഗ്രഹങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അവര്. പല ആസ്ട്രോളജർമാരും പുതിയത് വരുന്നവരൊക്കെ പുതിയ ഗ്രഹങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. പണ്ട് 7 ഗ്രഹമായിരുന്നു, ഇപ്പൊ രാഹുവും കേതുവൊക്കെ കൂടി, അങ്ങനെ ചില ഗ്രഹങ്ങൾ കൂടി. അപ്പോൾ കണ്ടുപിടിച്ചതിൽ വെച്ച് വളരെ കുറച്ച് ഗ്രഹങ്ങൾ, ഇപ്പൊ എനിക്ക് 7 എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ 9 എനിക്ക് അക്യുറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ തന്നെ ചിലപ്പോൾ ഒരു പുതിയ ഗ്രഹം കണ്ടെത്തിന്ന് വരും. ലോകം അങ്ങനെയാണ്, അറിവുള്ളവനെ എന്തും ചെയ്യാന്നാ. അപ്പോൾ കുറച്ച് ഗ്രഹങ്ങളും ഈ 108 നക്ഷത്രപാദം, അത് മാറ്റം ഉണ്ടാവില്ല. 108 നക്ഷത്രപാദങ്ങളിലാണ് ഒരു മനുഷ്യനെ ഗണിക്കാൻ പറ്റുള്ളൂ, മനുഷ്യന്റെ കർമ്മനെ ഗണിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഒരുപാട് ഗ്രഹങ്ങളുണ്ട്. അല്ല, ഇതെങ്ങനെ ഇപ്പം പറഞ്ഞില്ലേ, ഇപ്പം ഇതുപോലെ പൊട്ടിത്തെറിച്ചുണ്ടായി, പ്രപഞ്ചം പൊട്ടിത്തെറിച്ചുണ്ടായി, സൂര്യൻ, അത് ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. എന്റെ തിയറിയിൽ അങ്ങനെ സംഭവമില്ല. അതെന്താണ്? അതുണ്ടായിട്ട് എത്ര കൊല്ലമായി? 500 കൊല്ലം ആയിട്ടുള്ളൂ. ഈ ലോകം 10,000 കൊല്ലം നിലനിൽക്കുന്നല്ലേ. ഞാൻ തിരിച്ചു ചോദിക്കാൻ നമ്മൾ, അല്ല, ഇപ്പൊ മനുഷ്യൻ ജനിച്ചതിനും ഒക്കെ ഒരു കണക്കുകൾ പറയുന്നുണ്ട്. അല്ല, മനുഷ്യൻ ജനിച്ചതിന് കണക്കുണ്ട്. മനുഷ്യൻ ജനിച്ചതിന് എന്നുപോലെയാണ് അത്. അതിനു മുമ്പ് ഈ ഭൂമി വാഴുന്നത് ആരായിരുന്നു, ദിനോസറുകളായിരുന്നു എന്നൊക്കെ അതിന്റെ ഫോസിൽ കണ്ടെത്തി. ആ ഒരു കണക്കിന്റെ ഞാൻ സയൻസിന് വിശ്വസിക്കുന്നില്ല. ഞാൻ ഖുറാനെയും ബൈബിളിനെയും ഭഗവത്ഗീതനെയും വിശ്വസിക്കുന്നത്. അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ അംഗീകരിക്കാൻ തയ്യാറാണ്. അതിലെവിടെയും ദിനോസറിനെ കുറിച്ച് പറയുന്നില്ല. അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഇത്ര കോടാനുകോടി ഇത്ര അകലെയാണ് ഗ്രഹങ്ങളെന്ന് അതിൽ പറയുന്നില്ല. അപ്പൊ എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ആസ്ട്രോളജി ബുക്കുകൾ ഇന്ന് ലോകത്ത് ഒരുപാട് അവൈലബിൾ ആണ്, കറക്റ്റ്. അതെ. അതിലെവിടെയെങ്കിലും സൂര്യൻ ഇത്ര കിലോമീറ്റർ അകലെയാണ്, ഭൂമിയേക്കാൾ ഇത്ര മടങ്ങ് വലുതാണെന്ന് എവിടെ എഴുതി വെച്ചിരിക്കണേ? അപ്പൊ എഴുതി വെക്കാത്ത കാര്യം എന്തിനാണ് ഫോളോ ചെയ്യണേ? പിന്നെ അതിനാണ് ആസ്ട്രോളജിയും ഇത് തമ്മിൽ കണക്ട് ചെയ്യണേ. ഇന്നത്തെ ശാസ്ത്രവും ഇന്നത്തെ ലോകത്തിന്റെ പരാജയം എന്ന് പറയുന്നത്, നമ്മൾ സ്കൂളിൽ പഠിച്ച ശാസ്ത്രവും ജ്യോതിഷത്തിൽ പറയുന്ന ഇതിനെയും തമ്മിൽ, അതൊരു സ്പിരിച്വൽ വേൾഡാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. ഈ സ്പിരിച്വൽ വേൾഡിനെയും ഇന്ന് സയൻസിലുള്ള വേൾഡിനെയും എന്തിനാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത്? അത് രണ്ടല്ലേ? അത് രണ്ടും മിക്സ് ആവുന്ന ഒരു കാര്യവും ഇതിനകത്തില്ല. ആസ്ട്രോളജി ഞാൻ വീണ്ടും ക്ലിയർ ആക്കി തരാം, പ്രേക്ഷകരോട് പറയാണ്. ആസ്ട്രോളജി ബുക്ക് എഴുതിയ ഒരുപാട് ആളുകളുണ്ടല്ലോ, പരാശരനും. പഴയത്, ഇന്നത്തെ അല്ല, പഴയത് ഏകദേശം 200 കൊല്ലം 300 കൊല്ലം മുമ്പ്. ഇന്ന് ഭൂമിയുടെ സിദ്ധാന്തമൊക്കെ സയൻസ് കണ്ടുപിടിക്കുന്നതും, സയൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഉണ്ട്, അതല്ല. ആ ബുക്കിൽ എവിടെയാണ് ഇന്നത്തെ സയൻസ് ഉള്ളത് എന്നാണ് ചോദ്യം. അപ്പൊ ഇല്ലാത്ത കാര്യം എന്തിനാണ് ഇവർ കൂട്ടിക്കലർത്തണേ? അപ്പൊ ഇന്നുള്ള ജ്യോതിഷം എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആ പുരാതന കാലത്തുള്ള സിദ്ധാന്തവും ഇന്നത്തെ സയൻസും തമ്മിൽ യോജിപ്പിക്കുക. ബട്ട് ഞാനത് ചെയ്യുന്നില്ല. ഞാൻ ജ്യോതിഷത്തിൽ എവിടെ എന്തൊക്കെയാണ് എഴുതി വെച്ചത് അത് മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ. സയൻസിനെ മാറ്റി വെച്ചിരിക്കുകയാണെന്ന് അർത്ഥം. അത് സയൻസ് തെറ്റാണെന്നോ ഇല്ലാന്നോ മെഡിസിൻ ഞാൻ കഴിക്കും, അതല്ല ഞാൻ പറയുന്നത്. ജ്യോതിഷത്തിൽ ഞാൻ മിക്സ് ചെയ്യുന്നില്ല, ബാക്കി എല്ലാത്തിനും ഞാൻ മിക്സ് ചെയ്യും. ഓക്കെ. ഇപ്പം നമുക്ക് ഒരു ഗ്രഹം നമ്മളെ സ്വാധീനിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പം വ്യാഴം നമ്മളെ സ്വാധീനിക്കും, ചൊവ്വ, അങ്ങനെയുള്ള ഗ്രഹങ്ങൾ സ്വാധീനിക്കും എന്ന് പറഞ്ഞു. അപ്പം നമ്മളത് റിയൽ ലൈഫിൽ, ഞാൻ അതാണ് ചോദിച്ചത്, റിയൽ ലൈഫിൽ ഇത് എത്രത്തോളം ഗുണം ചെയ്യുന്നു എന്നാണ് ചോദിച്ചത്. എനർജി ഉണ്ടെങ്കിൽ. കറക്റ്റ്, അവിടെയാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ ശാസ്ത്രം പഠിപ്പിച്ചിരുന്നത് എന്താ? ചൊവ്വ ഗ്രഹം എത്ര കിലോമീറ്റർ അകലെയാണെന്നാ പഠിപ്പിച്ചിരിക്കണേ? ലക്ഷക്കണക്കിന് കിലോമീറ്റർ അകലെയാണെന്നാണ് സയൻസ് പറയുന്നത്. പ്രകാശവർഷം. അതെ, അവിടെയുള്ള ചോദ്യം തെറ്റുന്നത്. ചോദ്യമേ തെറ്റാണ്. ഞാൻ പറയുന്നത് ചേട്ടന്റെ ചോദ്യമല്ല, എനിക്ക് മനസ്സിലായി. പ്രകൃതി, ഈ ജനങ്ങൾ ചോദിക്കുന്ന, പ്രേക്ഷകർ ചോദിക്കുന്ന ചോദ്യമേ തെറ്റാ. എന്താണ്?
അതായത് ദശലക്ഷക്കണക്കിന് കിലോമീറ്റർ അകലെ കിടക്കുന്ന ചൊവ്വാഗ്രഹം എങ്ങനെയാണ് കല്യാണം മുടക്കുന്ന ചോദ്യം തെറ്റല്ലേ? കല്യാണം മുടക്കുന്നത് ജ്യോതിഷമാണ്. ദശലക്ഷക്കണക്കിന് അകലെ കിടക്കുന്ന ചൊവ്വാഗ്രഹം സയൻസ് ആണ്. പക്ഷെ ജ്യോതിഷത്തിൽ എവിടെയും ചൊവ്വാഗ്രഹം ഇത്ര കിലോമീറ്റർ അത്രയും ദൂരം അകലെയാണെന്ന് ജ്യോതിഷത്തിൽ പറയുന്നില്ലല്ലോ. അപ്പൊ ജ്യോതിഷത്തിൽ പറയാത്ത കാര്യം എന്തിനാണ് ഇന്റർ കണക്ട് ചെയ്യണമെന്നാണ് എന്റെ ചോദ്യം. മനസ്സിലായില്ല അല്ലെ? മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഇല്ലാത്ത ചോദ്യമാണ് ചോദിക്കുന്നതിന് അർത്ഥം. അപ്പം നമ്മൾ ആ ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയല്ല ഈ ജ്യോതിഷം, അല്ല ഈ സയൻസ്, അതായത് ഇന്നത്തെ സയൻസുമായി ബന്ധപ്പെടുത്തിയല്ല ജ്യോതിഷം. എന്റെ ജ്യോതിഷം മറ്റുള്ളവർ ജ്യോതിഷത്തിന് വിടും. എന്റെ ജ്യോതിഷം പണ്ട് എഴുതി വെച്ച സിദ്ധാന്തത്തിൽ പറയുന്ന ചൊവ്വ എന്താണോ, അവര് ഈ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്ന സംഭവം ഈ ആകാശത്ത് നോക്കി അല്ലെങ്കിൽ അവര് ഗണിച്ചറിഞ്ഞ ഗ്രഹങ്ങളെ വച്ചിട്ടല്ലേ അത് വേറെ, ആസ്ട്രോണമി വേറെ, ജ്യോതിശാസ്ത്രം ഈ ആസ്ട്രോളജി വേറെ. ആസ്ട്രോണമി എന്ന് പറയുന്നത് സയൻസുമായിട്ട് ബന്ധപ്പെടുത്തി ഗ്രഹങ്ങളുമായി ബന്ധപ്പെടുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ട്. നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. സ്കൈ പോർട്ടൽ ആപ്ലിക്കേഷൻ എടുത്ത് കഴിഞ്ഞാൽ ചന്ദ്രനെ ഇവിടെ എല്ലാം നമ്മുടെ ഫോണിൽ കാണാൻ പറ്റും ദിശ വെച്ചിട്ട്. അല്ല, ഇതിപ്പോ ഈ സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളും എന്നുള്ള സാധനം ഭാരതീയ ജ്യോതിഷപ്രകാരം പോയതാണല്ലോ. അതിന്റെ അടിസ്ഥാനത്തിലാണോ ഈ അതാണ് പറയുന്നത്. ജനങ്ങൾ തെറ്റായ രീതിയിൽ ചോദ്യം ചോദിക്കണം, ശരിയായ രീതിയിൽ ചോദ്യം ചോദിക്കണ്ടേ? ജനം ചോദിക്കണം. എന്ത് ചോദിക്കണം? ജനം ഇങ്ങനെയാണ് ചോദിക്കേണ്ടത്. ആസ്ട്രോളജി ബുക്കുകളെല്ലാം ഞാൻ പഴയ ബുക്കുകൾ 200 കൊല്ലം മുമ്പുള്ള ബുക്കുകളൊക്കെ എടുത്തു നോക്കി. അവിടെ എവിടെയും സൂര്യൻ ഇത്ര കിലോമീറ്റർ അകലെയാണെന്നും ചൊവ്വ ഇത്ര കിലോമീറ്റർ അകലെയാണെന്ന് പറയുന്നില്ലല്ലോ. അങ്ങനെയല്ലേ ചോദ്യം ചോദിക്കണ്ടേ? സയൻസിലെ ചോദ്യം എടുത്ത് എന്തിനാണ് ആസ്ട്രോളജിയിൽ ചോദിക്കുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. തെറ്റായിട്ടുള്ള ക്വസ്റ്റിനെ തെറ്റാ. അപ്പൊ അതുകൊണ്ട് എൻ്റെ തീരുമാനപ്രകാരം ചൊവ്വാഗ്രഹം മനുഷ്യന്റെ ജീവിതത്തെ സ്വാധീനിക്കുകയും ചെയ്യും, ആ സ്പിരിച്വൽ വേൾഡ് സ്വാധീനിക്കുകയും ചെയ്യും, കല്യാണം മുടക്കുകയും ചെയ്യും, കല്യാണം ലേറ്റ് ആവുകയും ചെയ്യും. ഇത് ലൈവ് പ്രൂഫ്. ഞാൻ ജീവിച്ചിരിക്കുന്ന ഞാനും എൻ്റെ ലൈവുകളുമാണ് പ്രൂഫ്. ഞാൻ ചെയ്യുന്ന ലൈവുകളാണ് എൻ്റെ പ്രൂഫ്. ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മളവരോട് പറഞ്ഞു നിങ്ങളുടെ കല്യാണം ലേറ്റ് ആണല്ലേ ചൊവ്വ ഉള്ളതുകൊണ്ട് എന്ന്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അവരതേന്ന് പറയുന്നുണ്ട്. അപ്പൊ പ്രൂഫ് എന്ന് പറഞ്ഞത് ലൈവായിട്ട് ജീവനോടിക്കുന്ന ഞാനാണ് പ്രൂഫ്. അങ്ങനെയല്ലേ പ്രൂഫ് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ എങ്ങനെയാണ് പ്രൂഫ് കൊടുക്കേണ്ടത്? അപ്പൊ ജനത്തിന് ചൊവ്വാഗ്രഹം ഉണ്ടെന്നും അത് ജീവിതത്തെ സ്വാധീനിക്കുന്നു നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. എങ്ങനെ? അവരുടെ ജാതകം വെച്ച് പ്രൂവ് ചെയ്യാൻ പറ്റും. സയൻസ് വെച്ച് പ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. സയൻസ് വെച്ച് നിങ്ങളുടെ ജാതകം വെച്ച് പ്രൂവ് ചെയ്യാൻ പറ്റും. അതായത് ഈ വീഡിയോ കണ്ട് വരുന്ന ആരായാലും അവരുടെ ജാതകം വെച്ച് പ്രൂവ് ചെയ്യാം. ചൊവ്വാഗ്രഹം എല്ലാവരുടെ ജീവിതത്തിലും അറ്റാക്ക് ചെയ്യും. അത് കല്യാണത്തിന്റെ കള്ളിയിൽ വരുമ്പോൾ മാത്രമാണ് ഈ കല്യാണം പ്രശ്നം വരുന്നത്. ഈ ലോജിക്കലി നോക്കുമ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഇത് സെറ്റായി? ലോജിക്കില്ല. ഇല്ല, ഞാൻ പറഞ്ഞു ലോജിക്കില്ല. മാജിക് ഉണ്ട്, ലോജിക്കില്ല. മാജിക് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? മാജിക് എന്ന് പറഞ്ഞാൽ ഒരു മജീഷ്യൻ കൺകെട്ടാണ്. ഒരു പെട്ടിക്കകത്ത് ഒരു സാധനം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ കുറെ തിങ്ക് ചെയ്യും. വലത് കയ്യിൽ കാണിക്കുമ്പോൾ ഇടത് കൈ സാധനം കൈ പിടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് വലത് കൈ കാണിച്ച് ഇങ്ങനെ കാണിക്കുമ്പോൾ ഇടത് കൈ സാധനം വരും. അപ്പൊ നമ്മൾ ഇടത് കൈ എടുത്തത് കാണിക്കാൻ പറ്റില്ല, കാണുന്നില്ല. ദാറ്റ് മീൻസ് നമ്മുടെ കണ്ണിനെ ഇവൻ മാറ്റി നിർത്തിയിരിക്കുകയാണെന്ന് അർത്ഥം. അപ്പൊ വലത് കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് ഇടത് കയ്യിൽ അവൻ സാധനം എടുത്ത് പിടിച്ചിട്ടുണ്ടായിരിക്കും. ബട്ട് ഐ എം എ മജീഷ്യൻ. ഞാൻ പ്രൊഫഷണൽ മജീഷ്യനാണ്. സ്റ്റേജുകളിൽ സൗദി അറേബ്യ പല സ്ഥലത്തും സ്റ്റേജ് ഓപ്പൺ ഏരിയയിൽ മേജിക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ ഞാനൊരു ട്രിക്ക് എന്താ വെച്ചാൽ സാധനം അവിടെ ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മുടെ കണ്ണിനെ മാറ്റി വെച്ചിരിക്കാന്ന് അർത്ഥം. അതാണ് സയൻസ്. ശാസ്ത്രം എന്ന് പറയുന്നത് ഈ വലത് കൈയാണ്, ഈ സയൻസ് എന്ന് പറയുന്നത് ഇടത് കൈയാണ്. നമ്മൾ ഇടത് കൈയിലേക്ക് നോക്കുന്നില്ല എന്നർത്ഥം. വലത് കൈയിലേക്ക് നോക്കുമ്പോൾ ഇടത് കൈ കൊണ്ട് സാധനം പുറത്തെടുക്കും, പ്രാവിനെ പുറത്തെടുക്കും. പക്ഷെ ഇടത് കയ്യിൽ സാധനം ഓൾറെഡി ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ കാർഡ് എടുക്കും, ചീട്ട് എടുക്കും, എല്ലാം എടുക്കും, കളേഴ്സ് എടുക്കും, തീ എടുക്കും, എല്ലാം എടുക്കും. പക്ഷെ വലതേലേക്ക് നോക്കുന്നില്ല. ഇതാണ് ഡിഫറൻറ്റ്. നമ്മൾ വലത് കൈയിലേക്ക് മാത്രം നോക്കുന്നത്, ഇടത് കൈയിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിച്ചിരിക്കുകയാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. അത് എല്ലാ കാലം അങ്ങനെ തന്നെയായിരിക്കും എന്നർത്ഥം. നമ്മളെ പോലെ ഉള്ളവർ വേണം അത് പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ ജ്യോതിഷം എന്ന് പറഞ്ഞ സാധനത്തിലേക്ക് പോകുമ്പോൾ സയൻസ് വെച്ചുകൊണ്ട് ജ്യോതിഷം നോക്കരുത്. സ്പിരിച്വൽ വേൾഡിലുള്ള ഗ്രഹങ്ങളും സ്പിരിച്വൽ വേൾഡിലുള്ള കാര്യങ്ങളുണ്ട്, അത് വെച്ചിട്ട് വേണം ജ്യോതിഷത്തെ അളക്കാൻ. പക്ഷെ ശാസ്ത്രവാദികൾ എന്ത് ചെയ്യുന്നു? ഇന്ന് പഠിച്ച സയൻസ് വെച്ചിട്ട് ജ്യോതിഷം അളക്കാൻ പാടില്ല. ഇത് രണ്ടാണെന്നാണ് ഞാൻ പറയുന്നത്.